നമസ്കാരം. ഇഷ്ടപ്പെട്ട് നേടാം കഷ്ടപ്പെടാത്ത കരിയർ, അല്ലെങ്കിൽ കഷ്ടപ്പെടാതെ നേടാം ഇഷ്ടപ്പെട്ട കരിയർ എന്ന ഈ വീഡിയോ സീരീസിൻ്റെ 3ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഏതൊക്കെയാണ് ലോകത്ത് ഇന്നുള്ള വളരെ ബ്രോഡായിട്ടുള്ള കരിയർ മേഖലകൾ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് തൊഴിലവസരങ്ങൾ വളരെ വൈഡായിട്ട് ഇന്നത്തെ ലോകത്ത് നമുക്ക് അവൈലബിൾ ആകുന്നത്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്തുകൊണ്ടാണ് ഇൻറ്റേൺഷിപ്പ്, അപ്രൻറ്റീസ്ഷിപ്പ് മുതലായ പരിപാടികൾ ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് നോക്കാം. ഹോവാർഡ് ഗാർഡനറെ പോലെയുള്ള എഡ്യൂക്കേഷനിസ്റ്റ് പറയുന്നത് 2 രീതിയിലാണ് നമ്മൾ നല്ല കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ 2 മോഡുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിലൊരെണ്ണം മ്യൂസിയം മോഡെന്നും മറ്റതിനെ അപ്രൻറ്റീസ് മോഡെന്നും വിളിക്കും. അപ്പോൾ മ്യൂസിയം മോഡെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മേഖലയിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പിളുകൾ കാണുക എന്നുള്ളതാണ്. നമ്മൾ മ്യൂസിയത്തിൽ പോകുമ്പോൾ മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന ആർട്ട്, സ്കൾപ്ചർ അല്ലെങ്കിൽ അവിടെയുള്ള മോഡലുകൾ എന്ന് പറയുന്നത് ആ മേഖലയിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ്ങുകൾ, മൈക്കലാഞ്ചലോയുടെ ശില്പങ്ങൾ, ഇതെല്ലാം നമ്മൾ പോയി കാണുമ്പോൾ ആ മ്യൂസിയത്തിലിരിക്കുന്ന ആ പെർഫെക്ഷൻ കണ്ടിട്ട് ആ രീതിയിലേക്ക് അസ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു നല്ല സയൻറ്റിഫിക് പേപ്പർ വായിക്കുമ്പോഴോ ഒരു നല്ല ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിക്കുമ്പോഴോ, ഒരു സയൻറ്റിഫിക് പേപ്പർ വായിക്കുമ്പോൾ അത് വായിക്കുന്ന വിദ്യാർത്ഥിക്ക് തോന്നണം ഇതേ രീതിയിൽ എഴുതാൻ എനിക്ക് കഴിയണം എന്നുള്ളത്. ഒരു നല്ല ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ജേർണലിസം വിദ്യാർത്ഥിക്ക് തോന്നണം ഇതുപോലൊരു റിപ്പോർട്ട് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മ്യൂസിയം മോഡൽ. നമ്മൾ നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ ഒരു നല്ല എഴുത്തുകാരിയാവാൻ നമ്മൾ അസ്പയർ ചെയ്യുന്നു. ഈ ഒരു മോഡലിലൂടെ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. 2ാമത്തെ മോഡാണ് അപ്രൻറ്റീസ് മോഡൽ. അതായത് ശരിക്കും തൊഴിലിടത്തിൽ പോയി തന്നെ നമ്മൾ ജോലി ചെയ്യാൻ പഠിക്കുന്നു. അവിടോട്ട് നമ്മൾ അതിലേക്ക് ചെറിയ ചെറിയ പടികളായി മുമ്പോട്ടെത്തുന്നു. ഇതിന് വൈഗോട്സ്കിയുടെ തിയറിയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതായത് നമ്മളൊരു അഫിനിറ്റി സ്പേസിലെത്തുന്നു. ഒരേ കാര്യത്തോട് താല്പര്യമുള്ള ആൾക്കാർ, അഫിനിറ്റി ഉള്ളവർ, അവരെല്ലാവരും കൂടി ആ തൊഴിലിടത്തുണ്ട്. അവിടെ പുതുതായി നമ്മൾ പ്രവേശിക്കുന്നു. അപ്പോൾ അവർ നമ്മളെ കൈപിടിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. കൊച്ചുകുട്ടികൾ നടക്കുന്നതിന് പഠിക്കുന്ന പോലെ ആദ്യം കുറച്ച് വീഴും, പിന്നെ കുറച്ച് സപ്പോർട്ടൊക്കെ എടുത്ത് മുമ്പോട്ട് പോകും. പക്ഷേ കാലക്രമേണ വളരെ സ്മൂത്തായി നടക്കാൻ നമ്മൾ പഠിക്കുന്നു. ഇതേ രീതിയിൽ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു പത്രപ്രവർത്തക ഓഫീസിലാണ്. ആദ്യമായിട്ട് ഇവിടെ റിപ്പോർട്ടറായിട്ട് വരുന്ന ആളെ കൊച്ചു ലേഖനങ്ങൾ, കൊച്ചു റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും പിന്നെ അതിലെ തെറ്റുകൾ തിരുത്തി മുമ്പോട്ട് പോകാനുമാണ് ഈ അപ്രൻറ്റീസ് രീതി പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ സമസ്ത മേഖലകളിലുമുള്ള ഇൻറ്റേൺഷിപ്പുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ 2ാമത്തെ വർഷമോ 3ാമത്തെ വർഷമോ ഒരു കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ, അണ്ടർ ഗ്രാജുവേഷൻ്റെ ഇടയിൽ നിങ്ങൾ ആ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലിടത്ത് പോയി 2 മാസം ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് അവിടെ നടക്കുന്നത്? ഇതിൻ്റെ ഡിജിറ്റൽ വേൾഡിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നല്ല വീഡിയോ ഗെയിംസ് കളിക്കുന്നവർക്കറിയാം, ആ വീഡിയോ ഗെയിമുമായി ബന്ധപ്പെട്ട ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ, അതായത് ആ കളി മുമ്പേ കളിച്ചു തുടങ്ങി മുതിർന്നവർ, അതിന് പറ്റിയ മാനുവലുകളും പ്ലേ ബുക്കുകളും ചീറ്റ് കോഡുകളും എല്ലാം സൗജന്യമായി തന്നെ തയ്യാറാക്കി അവർക്ക് പിറകെ വരുന്ന കളിക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഹെൽപ്പ് ബോർഡുകളുണ്ട്, മെസ്സേജ് ബോർഡുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സിസ്റ്റത്തിനകത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പഠിച്ചു പോവുകയാണ്. ടൈഗർ വുഡ്സ് ആണല്ലോ ലോകം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഗോൾഫേഴ്സ് എവർ. ടൈഗർ വുഡ്സ്, അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ക്യാഡിയായിരുന്നു, ഗോൾഫ് ക്ലബ്ബിലാണ് വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തോടൊപ്പം 3ാമത്തെ വയസ്സ് തൊട്ടൊക്കെ ഗോൾഫ് കോഴ്സുകൾ വിസിറ്റ് ചെയ്താണ് ടൈഗർ വുഡ്സിൻ്റെ കരിയർ തുടങ്ങുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ, നമുക്കറിയാം, ചെറുപ്രായത്തിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് പെർഫെക്റ്റ് പ്രാക്ടീസ് എന്ന് പറയും. അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രാക്ടീസ്. ഇതുകൊണ്ടാണ് നമ്മൾ എൻട്രൻസ് പരീക്ഷകളും മറ്റു പരീക്ഷകളും ഒക്കെ എഴുതാൻ പോകുമ്പോൾ ക്ലോക്ക് വെച്ച് ടൈം ചെയ്ത് ആ പരീക്ഷയുടെ അതേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ അക്കാഡമികളിലും സാധാരണയായി ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളും എല്ലാം സെവൻസിൻ്റെ ഫീൽഡിലാണ് കളിക്കുന്നത്. സെവൻസിൻ്റെ കോർട്ടിലും പിച്ചിലും ടർഫിലും മാത്രമാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനുശേഷം 11സിൻ്റെ ഗ്രൗണ്ട് പോയി കാണുമ്പോൾ ഞെട്ടിപ്പോവും. കാരണം മോർ ദാൻ ട്വൈസ് ദ സൈസാണ്. അത്രയും ദൂരം ഓടാനും അത്ര പവറിൽ അടിക്കാനും. ഫോർ എക്സാമ്പിൾ, 7സിൽ ഗംഭീരമായി കോർണർ എടുക്കുന്ന ഒരു മനുഷ്യൻ 11സിൻ്റെ ഗ്രൗണ്ടിൽ വരുമ്പോൾ അതേ ഫോഴ്സിൽ കോർണർ എടുത്താൽ ബോക്സിനകത്ത് പോലും എത്തില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും പെർഫെക്റ്റ് പ്രാക്ടീസ്. ഇന്നത്തെ കാലത്ത് നമുക്ക് വർക്ക് ഫ്രം ഹോമും സ്വന്തമായിട്ട് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്കും ഇത് വീട്ടിലിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാമല്ലോ.
ഒരുപാട് പേര് നല്ല വ്ളോഗേഴ്സ്, ലേണിംഗ് വീഡിയോസ് ഇടുന്നവർ, ഇവർക്ക് വീട്ടിലിരുന്ന് തന്നെയാണ് ഈ പ്രാക്ടീസ് നടത്താൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ എങ്ങനെ ആ പെർഫെക്റ്റ് പ്രാക്ടീസ് ആദ്യ ദിനങ്ങൾ മുതലേ കിട്ടാമോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന പോലെയാണ് എഞ്ചിനീയറിംഗും പഠിക്കുന്നത്. നിങ്ങൾ തിയറി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബുക്കിൽ നോക്കി സൈക്കിളിന് പെഡലുണ്ട്, ബെല്ലുണ്ടെന്നൊക്കെ മാത്രം പഠിച്ചു വെച്ചിട്ട് ഒരിക്കൽ പോലും സൈക്കിളിൽ കയറിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. അപ്പോൾ അതുപോലെ എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ തിയറി അറിയാം. ഇന്ന് വരെ ഞാൻ കടയിൽ പോയൊരു ട്രാൻസിസ്റ്റർ മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ഒരു നല്ല എഞ്ചിനീയർ ആക്കില്ല. അപ്പോൾ മേഖലകൾ ഏതുമായിക്കോട്ടെ പെർഫെക്റ്റ് പ്രാക്ടീസിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആ പ്രധാനപ്പെട്ട മേഖലകൾ അറിയാം. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, ഞാനൊരു എഞ്ചിനീയറാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ എഞ്ചിനീയറിങ്ങിനെ പറ്റി തന്നെ പറയാം. എഞ്ചിനീയറിംഗ് മേഖല ഒരുപാട് മാറിപ്പോയി. ആദ്യ കാലഘട്ടങ്ങളിൽ സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറും ഇല്ലായിരുന്നു. കഴിഞ്ഞ 50 വർഷം കൊണ്ട് നമ്മളൊരു ഇലക്ട്രോണിക്കലി ഡ്രിവൺ വേൾഡിലാണ്. ഒരു ഡിജിറ്റൽ സപ്പോർട്ട്, സോഫ്റ്റ്വെയർ സപ്പോർട്ട്, മാറി വരുന്ന ടൂൾസ്, ഇൻക്ലൂഡിങ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI, ഇത് എല്ലാ മേഖലയിലുള്ള എഞ്ചിനീയറിങ്ങിനെയും മാറ്റിമറിച്ചിരിക്കുന്നു. ബ്രാഞ്ച് ഏതോ ആയിക്കോട്ടെ, എയറോസ്പേസ് മുതൽ സുവോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന A to Z എഞ്ചിനീയറിംഗ് ഉണ്ട്. സുവോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സൂ എൻവയോൺമെൻറ്റ്സ് എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെപ്പറ്റി പഠിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മേഖലയിലുള്ള എഞ്ചിനീയറിങ്ങിലും ഇന്ന് സോഫ്റ്റ്വെയർ ഉണ്ട്. കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സിമുലേഷൻ ഉണ്ട്. ആദ്യം ചെയ്തു നോക്കാം. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ വിശദമായ വീഡിയോകൾ തയ്യാറാക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ഉണ്ട്. ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം കെട്ടുന്നതിന് മുമ്പായി കൃത്യമായിട്ട് അതിൻ്റെ ഡിജിറ്റൽ 3D മോഡൽ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ ഓരോ സ്ക്രൂവും നട്ടും ബോൾട്ടും വരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിനകത്ത് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരുപാട് എക്സൈറ്റിംഗ് ഫീൽഡും ഓരോ ഫീൽഡിനകത്ത് സബ് ഫീൽഡും നമുക്കുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ ബ്രോഡറായിട്ടുള്ളൊരു ഫീൽഡ് പഠിക്കാം, എവർഗ്രീൻ ഫീൽഡ് പഠിക്കാം, അതിനുശേഷം സ്പെഷ്യലൈസേഷനിൽ പോകാനുള്ള സൗകര്യം ഉണ്ട്. സിമിലർലി മെഡിക്കൽ ഫീൽഡും ഒരുപാട് മാറിപ്പോയി. ഒരു മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ വെറ്ററിനറി സയൻസ് ആണെങ്കിൽ ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ ഓർഗൻസ് ഉണ്ടോ അതിന് ഓരോന്നിനും ഇന്ന് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. പിന്നെ സിസ്റ്റംസ് ഓഫ് ഓർഗൻസിന് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. വിവിധതരം മെഡിസിൻസും സർജറിയും പ്രൊസീജിയേഴ്സും സ്പെഷ്യലൈസ് ചെയ്യുന്നവരുണ്ട്. ഡയഗ്നോസിസ് മാത്രം ചെയ്യുന്നവരുണ്ട്. ഏത് രീതിയിലും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പോവാം. അതിനകത്തും ടെക്നോളജി, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഡാവിഞ്ചി റോബോട്ട് ഉപയോഗിച്ച് സർജറി ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ചില പ്രധാന യൂണിവേഴ്സിറ്റികൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ച ടെക്സസ് A&M യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഉണ്ട്. നമുക്കിപ്പോഴും 2 എൻട്രൻസ് എഴുതിയിട്ടാണ് ഇവിടെ ആൾക്കാർ പോകുന്നത്. പക്ഷേ ലോകത്തുനിന്ന് ആ മേഖലയിൽ ഇത് രണ്ടും വളരെയധികം ഫ്യൂസ് ആയിട്ടിരിക്കുന്നു. നമ്മളൊരു നല്ല ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്യാനുള്ള ഡിവൈസസ് എല്ലാം എഞ്ചിനീയറിംഗിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ മേഖലകളിലൊരു ഫ്യൂഷനുണ്ട്. ഡോക്ടർമാർ, പ്രഗത്ഭരായ ഡോക്ടർമാർ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ടെക്നോളജി, പുതിയ സർജിക്കൽ ടൂൾസ്, പുതിയ എക്യുപ്മെൻറ്റ്, പുതിയ മെത്തേഡ്സ് ഓഫ് ഡയഗ്നോസിസ്, പുതിയ മെഡിസിനുകൾ, ഇതെല്ലാം മുമ്പോട്ട് വരുമ്പോഴും ഇവർ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആ മേഖലയിൽ. അതിനകത്ത് തന്നെയാണ് നമ്മുടെ അലൈഡ് മെഡിക്കൽ ബ്രാഞ്ചസ് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസ്, നഴ്സിംഗ്, ഇതെല്ലാം വരുന്നത്. ആരോഗ്യ മേഖല, അതിനകത്ത് പ്യുവർ സയൻസസും വരുന്നുണ്ട്. ബയോളജി മുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരെ ആരോഗ്യ മേഖലയിൽ കൃത്യമായിട്ട് ഇന്ന് ഉപയോഗപ്പെടുന്നുണ്ട്. ഇതുപോലെയാണ് കോമേഴ്സ്. ലോകം ബിസിനസ്സിൻ്റെ ഒരു ലോകമാണല്ലോ. പണം വളരെ പ്രധാനമാണ്, ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഞ്ചിനീയർ ആയാലും ശരി, ഡോക്ടർ ആയാലും ശരി. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ്, ദ ബിസിനസ് വേൾഡ്, വാണിജ്യം, ഇതെങ്ങനെ നടക്കുന്നു, ഇതിനകത്താണ് കോമേഴ്സ് വരുന്നത്. അപ്പോൾ ഇത് പണ്ടത്തെ കണക്കപ്പിള്ളമാർ എന്നൊക്കെ പറയുന്ന പോലെ അക്കൗണ്ടൻസി അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ധാരാളം മേഖലകൾ കോമേഴ്സിനകത്ത് കിടപ്പുണ്ട്, ഇൻക്ലൂഡിങ് ലോജിസ്റ്റിക്സും. ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖം വരുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വിശദമായി മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ കോമേഴ്സ് എടുത്തു പോകുന്നവർക്ക് ബിസിനസ് ലോകവും അതുമായി ബന്ധപ്പെട്ട് അവരുടെ നിരവധി കരിയറുകൾ കിടക്കും. ഹ്യൂമാനിറ്റീസ്, ആർട്സിൽ ഇന്ന് ഒരുപാട് സാധ്യതകൾ. ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റുകൾക്ക് പോലും സ്വന്തം കഴിവിനനുസരിച്ച് സ്വന്തമായുള്ള വെബ്സൈറ്റ് വഴി സ്വന്തമായി കമേഴ്ഷ്യലാകാൻ പറ്റുന്നൊരു മേഖലയാണ്. പണ്ടൊക്കെ ഇപ്പോൾ ഒരു സിനിമ എടുക്കണമെങ്കിൽ എത്ര വലിയൊരു ക്രൂവിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, എന്തുമാത്രം ബജറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ലോകത്ത് വളരെ സക്സസ്ഫുള്ളായ ഫിലിം മേക്കേഴ്സ് എല്ലാവരും തന്നെ ചെറിയ രീതിയിൽ ചെറിയ ക്യാമറ വെച്ച് ഡിജിറ്റൽ സ്പേസിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ കോസ്റ്റ് താഴോട്ട് വരുന്നു. ഇപ്പോൾ AI വരുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇരുന്ന് തന്നെ ഒരു എൻ്റയർ ഫിലിം തീർക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ സിനിമകൾ വന്നും കഴിയും. അപ്പോൾ ഹ്യൂമാനിറ്റീസിനകത്തും വൻ മാറ്റം.
ഹിസ്റ്ററി പഠിക്കുന്ന രീതി, ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ, അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം വളരെ പുതിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന മേഖലകളാണ്. അവിടെ നമുക്ക് ഒരു ഇഷ്ടം, കഴിവ് എന്നിവ ഉണ്ടെങ്കിൽ സ്കൈ ഈസ് ദ ലിമിറ്റ്, വളരെ മുമ്പോട്ട് പോകാൻ പറ്റും. ഇതുപോലെയാണ് ബേസിക് സയൻസിൻ്റെ കാര്യവും. നമ്മളിന്ന് AI ലോകം എന്ന് പറയുന്നെങ്കിലും ആ AI ലോകത്ത് ഈ AI ചിപ്പുകൾ, അതിൻ്റെ ഇലക്ട്രോണിക്സിനകത്തേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ ഫണ്ടമെൻ്റൽ ഫിസിക്സിലോട്ട് നമ്മളെത്തും. സിമിലർലി മെഡിക്കൽ ഫീൽഡ് ഫണ്ടമെൻ്റൽ ബയോളജിയിലേക്ക് എത്തി നിൽക്കും. ജനറ്റിക്സിൻ്റെ ഉപയോഗം, അങ്ങനത്തെ കാര്യങ്ങൾ, കെമിസ്ട്രി, ബേസിക് കെമിസ്ട്രിയിൽ നിന്നാണ് എല്ലാ കെമിക്കൽ എഞ്ചിനീയറിംഗും വരുന്നത്. മാത്തമാറ്റിക്സ് ഇതിൻ്റെ എല്ലാം ബേസായി നിലകൊള്ളുന്നു. എല്ലാ ടെക്നോളജിയുടെയും പുറകിൽ വൻപിച്ച രീതിയിൽ മാത്തമാറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കോർ സയൻസുകൾക്കും എക്കാലത്തും ഭാവി ഉണ്ടായിരിക്കും. അത് പഠിക്കുന്നവർ വെറും പ്രൊഫസർമാരും റിസർച്ചേഴ്സും മാത്രമല്ലല്ലോ ആയി മാറുന്നത്. ഒരുപാട് മേഖലകളിൽ, ഫോർ എക്സാമ്പിൾ ആന്ത്രോപോളജിസ്റ്റുകളെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ടെക് കമ്പനികൾ. വിവിധ സമൂഹങ്ങളിൽ പ്രോഡക്റ്റുകൾ എത്തിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവിടുത്തെ മനുഷ്യർ അഫക്റ്റഡ് ആവുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കളർ കോഡിങ് എങ്ങനെ ഇരിക്കണം എന്നുള്ള റിസർച്ചിൽ വരെ ആന്ത്രോപോളജിസ്റ്റുകൾ ഇൻവോൾവ് ആവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ നമ്മൾ പഠിക്കുന്നത് എന്തും ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ, ഡീപ്പായി പഠിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉപയോഗം ഉണ്ടാവും. 2 ചെറിയ മേഖലകൾ കൂടെ പറയാം. അതായത് സ്പോർട്സ്. ഇത്രയും വലിയൊരു വേൾഡാണ് സ്പോർട്സിൻ്റെ ഇൻ ടേംസ് ഓഫ് ഇക്കണോമിക് വാല്യൂ. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം IPL ഒന്നും ഇല്ലായിരുന്നൊരു കാലഘട്ടമുണ്ട്. അതിനുശേഷം ഇപ്പോൾ എന്തുമാത്രം തൊഴിലവസരങ്ങളാണ് നമുക്ക് സ്പോർട്സിനോടൊരു താല്പര്യമുണ്ടെങ്കിലും സൃഷ്ടിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഒരു വലിയ പ്ലെയറോ കോച്ചോ മാത്രമല്ലല്ലോ ആവുന്നത്. അതിനകത്ത് നമുക്ക് ചെറിയ ചെറിയ മേഖലകൾ, ക്യാമറാമാൻ തൊട്ട് ഇന്ന് AI അനലിസ്റ്റ് വരെ അതിനകത്തുള്ള കരിയർ പോസിബിലിറ്റീസാണ്. അങ്ങനെ സ്പോർട്സും, പിന്നെ ഇതിനെല്ലാത്തിനും മാനേജ്മെൻറ്റിനൊരു സ്റ്റാഫ് വേണം. അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ. പക്ഷേ അവരും ഏറ്റവും പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറിപ്പൊക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പല മേഖലകൾ, ബ്രോഡ് മേഖലകൾ ഉണ്ട് തൊഴിലവസരങ്ങളുള്ളത്. അതിലേത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഈ +2 റിസൾട്ട് വന്നു കഴിഞ്ഞ് +2ൻ്റെ നമ്മുടെ മാർക്കൊക്കെ അനുസരിച്ചാണ് ലൈഫിൽ ഏകദേശം ഒരു തീരുമാനം. പലരും 10ാം ക്ലാസ് കഴിയുമ്പോൾ ബയോ, മാത്തോ, കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ എടുത്ത് മാറാറുണ്ട്. +2 കഴിയുമ്പോൾ ഒന്നുകൂടി വ്യക്തമായി ഇതിൽ നമുക്ക് ഏത് മേഖലയിലോട്ട് തിരിയണം. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നമ്മളിന്ന് ജീവിക്കുന്ന ലോകത്ത് ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് നമുക്ക് മാറാം. 50ാമത്തെ വയസ്സിലോ 40ാമത്തെ വയസ്സിലോ 25ാമത്തെ വയസ്സിലോ കരിയർ സ്വിച്ചിങ് ഇന്നൊരു പ്രശ്നമേ അല്ല. കാരണം പുതിയ കഴിവുകൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെ നമുക്ക് നൈപുണ്യ വികസനത്തിനായി ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതുപയോഗിച്ച് നന്നായി പഠിച്ച് മുന്നേറാൻ പറ്റും. താങ്ക് യു.